ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബുക്ക് മാർക്ക്, പേപ്പർ വെച്ചിട്ടുള്ള ബുക്ക് മാർക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പേപ്പർ എടുത്ത് അതിലേക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വരയ്ക്കുക. ഇതിപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു വൈറ്റ് പേപ്പറിലോ ഒരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം അത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സിസേഴ്സ് യൂസ് ചെയ്ത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാണ് ഇതിനകത്ത് മെയിൻ ടാസ്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്, കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാം. പക്ഷേ കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള കത്രിക മുതലായിട്ടുള്ള മരകായുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ബാക്കിയെല്ലാം വളരെ ഈസി ആൻഡ് സിമ്പിൾ സ്റ്റെപ്സാണ്. ഇതുപോലെ ഹാർട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഹാർട്ടിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്തൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ആ സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് അതുപോലെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കേണ്ട, ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ബുക്ക് എടുക്കുക. ആ ബുക്കിൽ നമുക്ക് ഏത് പേജിലാണോ മാർക്ക് ചെയ്യേണ്ടത് അവിടെ അതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഈസി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ബുക്ക് മാർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ കളർ പേപ്പർ ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി കളർന്ന് മാറ്റി പിടിച്ചത് മാത്രം. അതിനുശേഷം നമ്മുടെ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ പെൻസിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നെയിൽ വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് നമ്മളിതാ മാർക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പേപ്പറിൻ്റെ കോർണറിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 10 ഫോൾഡ് തന്നെ സ്ക്വയറായിട്ട് കിട്ടും. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈക്വലായിട്ടുള്ള 2 ട്രയാങ്കിൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ നമുക്ക് കിട്ടും. ഇനി ഈ സ്ക്വയറിലാണ് നമ്മുടെ പരിപാടി ഫുള്ള്. അപ്പോൾ അത് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. അതിലേക്ക് വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡിങ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളത് വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തൊക്കെ നമ്മൾ വീണ്ടും ഇതുപോലെ നിവർത്തിയെടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്നു. അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ടും കൂടെ ഒരു ഹാർട്ട് ഇമോജി എങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് മടക്കിയതിന് ശേഷം ഇതുപോലെ 2 ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിടാം. ഇതൊരു നല്ലൊരു ഭംഗിയുള്ളതായിരിക്കും. ഞാനിതൊന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക്. അതിനുശേഷം ഇപ്പം നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ തന്നെ ആസ് നമ്മുടെ ബുക്ക് എടുക്കുക. നമുക്ക് എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുക. ഇതൊക്കെ ഞാനിപ്പോൾ മുമ്പ് ചെയ്തെടുത്തിട്ടുള്ള ബുക്ക് മാർക്കുകളാണ്. ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് ഇരുന്നോളും. അതും ഒരു പോത്തൊന്നുമില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.